തോമസ് യേശുവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അബ്രഹാം നടന്നതുപോലെ ഞങ്ങൾ നടക്കണമെന്നാ. കർത്താവ് പറഞ്ഞു, അബ്രഹാം നടന്ന പോലെ നിങ്ങൾ നടക്കണ്ട, മോശ നടന്ന പോലെ നടക്കണ്ട, പിന്നെയോ ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞാൽ ഞാൻ വഴി തുറക്കുകയാണ്. ആ എന്നിൽ നിങ്ങൾ കയറിയിരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോകാം. ഒരു 40 വർഷം മുമ്പുള്ളൊരു തമാശയുണ്ട്. അതിൽ ഈ പണ്ടത്തെ ആൾക്കാർ ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി എന്നൊക്കെ നുണ പറയും. എന്നിട്ട് ബോംബെയിലൊക്കെ പോയിട്ട് നാട്ടിൽ വന്നിട്ട് ബെഡായി അറിയും. അങ്ങനെ ഒരാൾ പറയേ, വിദേശ രാജ്യങ്ങളിൽ ഇവിടുത്തെ പോലെ അല്ല ട്രെയിൻ, ഇവിടെ പാളം നമ്മൾ ഇട്ടിട്ട് ട്രെയിൻ ഓടുകയല്ലേ, അവിടെ ട്രെയിനിന്റെ വീലെ തന്നെ പാളം വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ട്രെയിൻ പോകുന്നിടത്തെല്ലാം പാളം ഉണ്ടായിരിക്കും. അതൊരു നല്ല തമാശയാണ്, പക്ഷെ ഇവിടെ ഇത് കറക്റ്റാണ്. യേശുവിൽ നമ്മളങ്ങ് നിന്നാൽ മതി. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെ യേശുവിന്റെ സ്റ്റെപ്പ് കിടക്കുകയാണ്. നിന്റെ ഈ ടൈമിൽ അവൻ്റെ 10 സ്റ്റെപ്പ് നീ നടക്കുമ്പോൾ നിന്റെ ലൈഫ് സ്പാൻ കഴിയും. നിനക്ക് വേണ്ടി പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്ന, പ്രീ അസൈൻ ചെയ്തിരിക്കുന്ന ആ സ്റ്റെപ്പിലൂടെ നടന്നാൽ മതി. അവൻ നിന്റെ വഴി, അവൻ യേശു നിന്റെ സത്യം, അവൻ നിന്റെ ജീവൻ, ഡെസ്റ്റിനേഷൻ അവൻ തന്നെ.